ഞാൻ പൂജ ചെയ്ത സ്ഫടികമാലയാ വെളുത്തത്. ഞാനത് വല്യുവിനെ കാണിച്ചതോ? എന്റെ സ്ഫടികമാല അവര് മാറ്റി അവരുടേതാക്കിയതാ. ഇക്കാര്യം അഖില മേഡത്തിനോട് തുറന്നു പറയാൻ വന്ന സാറിന് നെഞ്ചുവേദന ഉണ്ടായി. സാറിപ്പോ ഹോസ്പിറ്റലില. ചേച്ചി രഹസ്യമായി പൂജ ചെയ്യുന്നത് ആ ഡാഗിനെയും ഗംഗയും കണ്ടു കാണും. അതെ, അങ്ങനെ തന്നെ ആയിരിക്കും. വിലാസിനി മേഡം എടുത്ത് മാറ്റിയതായിരിക്കും ആ സ്ഫടികമാല. അത് കാണിച്ച് അഖില മേഡത്തിന് അവര് പറ്റിക്കുകയും ചെയ്തു. സാറിന് നെഞ്ചുവേദന വന്നില്ലായിരുന്നെങ്കിൽ സാർ അത് അഖില മേഡത്തിനോട് തുറന്നു പറയുമായിരുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞാൽ അതും വലിയ പ്രശ്നമാവില്ലേ? ചേച്ചി പൂജ ചെയ്തെന്ന് അഖില മേഡം അറിയില്ലേ? അതെ, പക്ഷേ ഗംഗയുടെ കള്ളത്തരം പൊളിക്കണമെന്ന് ശിവരാമ സാറിന് വലിയ വാശിയായിരുന്നു. പാവം, അത് പറയാൻ ചെന്നപ്പോഴാ നെഞ്ചുവേദന വന്ന്. സാറിനിപ്പോ എങ്ങനെ ഉണ്ടാവുമെന്തോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അത് ഓർക്കുമ്പോ മനസ്സിനെന്തോ എന്തോ ഒരു വല്ലായിക പോലെ. സാറ് നല്ല മനുഷ്യനാ, ഒന്നും വരില്ല. ശിവരാമ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛനൊന്നും അറിഞ്ഞില്ലേ? കുഴപ്പമൊന്നുമില്ല, ഭയപ്പെടാൻ തക്ക കാരണങ്ങളൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ഗംഗാ മേഡത്തിന് തൃച്ചംബരത്തെ അംഗമാക്കാനുള്ള ചടങ്ങ് തുടങ്ങാൻ നേരത്താ ശിവരാമകൃഷ്ണ സാറിന് ഇങ്ങനൊരു നെഞ്ചുവേദന വന്നേ. മനസ്സിനാകെ ഒരു വിഷമം. ഗംഗാ മേഡത്തിന്റെ പൂജ ശരിയല്ലായിരിക്കും, അതാ ചടങ്ങ് നടക്കാതെ വന്നേ. എടാ, ചെറിയ വായാലും വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഉണ്ടായിരുന്നോണം അവിടെ. ഗംഗാ മേഡത്തിന്റെ പൂജ ശരിയല്ലായിരുന്നെങ്കിൽ മേഡത്തിന് പൂർവികരുടെ അനുഗ്രഹം കിട്ടുമായിരുന്നു. പൂജയ്ക്ക് വെച്ച സ്ഫടികമാല കറുത്തുപോകും. നിന്റെ ചേച്ചിയും മനസ്സിൽ മോഹം കെട്ടിപ്പൊക്കി ഏതാണ്ടൊക്കെ ചെയ്തു. അതൊന്നും എനിക്ക് അറിയില്ല എന്നാ നിന്റെ ചേച്ചിയുടെ ധാരണ. ആ, എന്നെ ഒരു വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്റെ പൊന്നുമോള്. എന്തൊക്കെയാ അച്ഛനീ പറയണേ? ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഞാൻ നിന്റെ അച്ഛനാ. നീ ഒന്ന് ചലിച്ചാ ഞാൻ അറിയും. 2-3 ദിവസങ്ങളായി നീ അറിയാതെ ഞാനത് ശ്രദ്ധിക്കായിരുന്നു. ഒരാളെ ചിലപ്പോഴൊക്കെ പറ്റിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷെ എല്ലാ കാലത്തും അതിന് സാധിച്ചൊന്നും വരില്ല. അതിരാവിലെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ, ഇതൊന്നും ആർക്കും അറിയില്ല എന്നാ നീ കരുതി? അർഹതയില്ലാത്ത ആശകൾ കെട്ടിപ്പൊക്കി പൂജ ചെയ്താല് തൃച്ചംബരത്തെ കാരണവന്മാരെ അനുഗ്രഹം തരുമെന്ന് കരുതിയോ നീ? പാരമ്പര്യമുള്ള തറവാടാ, അവരഭിമാനികളാ. അതുകൊണ്ട് തന്നെ അവര് ഗംഗാമേടത്തെ ആശീർവദിച്ചു. ഗംഗാമേടം തൃച്ചംബരത്തെ മൂത്ത മരുമകളാകും. ഇനി ഇത് തടയാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നും പറയുക, അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. ചെയ്ത തെറ്റിനെ കുറിച്ച് വിഷമിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാ ഇനി നിനക്ക് വേണ്ടത്. ഇല്ലെങ്കിലേ കണ്ണീരൊഴിഞ്ഞ സമയം കാണില്ല ജീവിതത്തിൽ. ഓർമ്മിച്ചോ നീ?
എത്തിയോ? പരാതിക്കെട്ടുകളും പരിഹാര മാർഗങ്ങളും തേടി പടയിൽ തോറ്റവരെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. രാവിലെ തന്നെ എത്തിയല്ലേ? ഇവളുടെ പൂജ മനസ്സർപ്പിച്ചതല്ലാത്തതുകൊണ്ട് സ്ഫടികമാല കറുത്തു. അല്ല, അത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. എന്നിട്ടും ഇരുചെവി അറിയാതെ സ്ഫടികമാല തന്ത്രപൂർവ്വം മാറ്റിവെച്ച് അഖിലയെ ബോധ്യപ്പെടുത്തി എല്ലാം ഞാൻ ശരിയാക്കി. അടിക്കൽ കൊണ്ടുചെന്ന് കല ഉടച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. അവസാന നിമിഷം ആ ശിവരാമേട്ടന്റെ നെഞ്ചുവേദന എല്ലാം നശിപ്പിച്ചു. ശിവരാമന് ഒറിജിനലായിട്ട് നെഞ്ചുവേദന വന്നതാവില്ല. ഇത് അയാൾ കളിച്ച ഡ്രാമയാകാനേ വഴിയുള്ളൂ. എന്താ പ്രിയങ്കെ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അങ്ങനെ കള്ളം കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാർട്ടിന് പ്രോബ്ലം ഉള്ള മനുഷ്യന് നെഞ്ചുവേദന സത്യം തന്നെയാ. അങ്ങനെ അന്ധമായിട്ട് അയാളെ വിശ്വസിക്കാൻ വരട്ടെ ആന്റി. സ്വന്തം നിഴലിനെ പോലും കരുതിയിരിക്കേണ്ട കാലം. ആ അതിരിക്കട്ടെ, ഈ ശിവരാമകൃഷ്ണന്റെ ആരോഗ്യനില ഇപ്പോ എങ്ങനെയുണ്ട്? ഏയ് സീരിയസ് ഒന്നുമല്ല, വെറുതെ ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കാം. അതാ ഇപ്പൊ വിഷയം. അയാള് സീരിയസ് ആയിട്ട് കിടന്നാല് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്കതൊരു പ്രശ്നമല്ല. അയാള് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു. അതാ ഇപ്പോഴത്തെ പ്രശ്നം. അതെ ആന്റി, ശിവരാമന്റെ നാവ് തളർന്നിട്ടില്ല. അഖിലയോട് ചോദിക്കാനിരിക്കുന്ന പിറന്നാൾ സമ്മാനം അയാൾ ആശുപത്രി കിടക്കയിൽ വെച്ചും ചോദിച്ചെന്ന് വരും. അതിനെ ഭയക്കണം, ഭയന്നേ പറ്റൂ. അതെ, അത് തന്നെ. ശിവരാമേട്ടന്റെ പിറന്നാൾ ആഘോഷം നമ്മൾ എങ്ങനെയെങ്കിലും മുടക്കണം. അല്ലെങ്കിൽ രോഗവും നെഞ്ചുവേദനയും പിറന്നാളും എല്ലാം കൂടി വെച്ച് അഖിലയെ തന്ത്രപൂർവ്വം കയ്യിലെടുത്ത അടുക്കളക്കാരിയും ആനന്ദും തമ്മിലുള്ള കല്യാണത്തിന്റെ സമ്മതം അയാൾ വാങ്ങിക്കും. അത് സംഭവിക്കാൻ പാടില്ല. അത്രയ്ക്കങ്ങ് ചിന്തിച്ചു കൂട്ടണ്ട ആന്റി. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ ഹോസ്പിറ്റൽ വിട്ട് വന്നാ പോലും അതത്ര ഈസി ആയിട്ട് നടക്കില്ല. നടക്കാൻ അനുവദിക്കില്ല ഞാൻ. നീ പറഞ്ഞു വരുന്നത്? അതെ ആന്റി, ഒരു നിമിഷം കൊണ്ട് സ്വപ്ന കൊട്ടാരങ്ങളെ തകർത്തെറിയാൻ അത്ര വിധിയല്ല പ്രിയങ്ക. എനിക്ക് ജയിച്ചേ മതിയാകൂ. ചേച്ചി, ശിവരാമകൃഷ്ണ സാറിന്റെ കാര്യോർത്താണോ ചേച്ചി വിഷമിച്ചിരിക്കുന്നത്? അതിന് വിഷമിക്കണ്ട ചേച്ചി, സാറിനൊന്നും വരില്ല. അച്ഛനും പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഇല്ലാന്ന്. നാളെ സാറിന്റെ പിറന്നാളാ. നാളത്തെ പിറന്നാളിന് എന്റെയും വല്യൂഞ്ഞിന്റെയും കാര്യം സാർ അഖില മാഡത്തിനോട് പറയുമെന്നും സമ്മതം വാങ്ങിത്തരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. ഇനിയിപ്പോ അത് പറയാണ്ടിരിക്കണതാ നല്ലത്. സാധാരണ ചേച്ചിക്ക് ഏതൊരു കാര്യമാണെങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവസാനം ശുഭകരമാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതും. ചേച്ചി സമാധാനമായിട്ടിരിക്കും. അങ്ങനെയല്ല നീങ്കുട്ട. എങ്ങനല്ലെന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പാ. ഇനി അഖില മേഡോ ശിവരാമ സാറും ചേച്ചി ഈ പറയുന്ന വിധിയും എല്ലാം കൂടി എതിര് നിന്നാലും വല്യൂഞ്ഞി ചേച്ചിയെ കൈവിടില്ല. ഇനിയെങ്കിലും ആ മുഖത്തൊരു സന്തോഷം വരട്ടെ. ഒന്ന് ചിരിക്ക്. അങ്ങനെ ഇപ്പോഴല്ലേ നൊമ്പരത്തി ചെമ്പരത്തിയായത്. ഒന്ന് പോടാ.
ആനന്ദ് ഐസിയുവിന് മുന്നിൽ തന്നെയുണ്ട്. സംശയം തോന്നിയാൽ സംഗതി പൊളിയും. വാ. എടുക്ക്. ഡോക്ടർ പെട്ടെന്ന്. അയ്യോ ദൈവമേ, ദുസ്സൂചനകളാണല്ലോ. എന്താ ചെയ്യാ? സർ, പേഷ്യന്റ് എവിടെ പോയി? ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ ചോദിച്ചേ? എവിടെ പോയെന്നോ?
ഇവിടെ ഉണ്ടായിരുന്ന എന്റെ അച്ഛൻ എവിടെ? നിങ്ങൾ ലാബിലോ മറ്റോ കൊണ്ടുപോയോ? ഇല്ല സർ. ബിനി, ഒബ്സർവേഷനിൽ പേഷ്യന്റിനെ കണ്ടായിരുന്നോ? ഇല്ല. അല്ല, ഒരു പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കണ്ടു. ഹലോ അരവിന്ദ്, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. എടാ നീ വേഗം വാ, വന്നിട്ട് കാര്യം പറയാം. ശരി. ആ ഹലോ അമ്മേ. ഫോൺ എടുക്കാൻ ഇത്ര താമസം എന്താ ആനന്ദ്? അത് ഞാൻ അച്ഛന് ഉറക്കമായിരുന്നു അമ്മേ. വെറുതെ ഫോൺ ഡിസ്റ്റർബ്ഡ് ആവണ്ടെന്ന് കരുതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി അറ്റൻഡ് ചെയ്തതുകൊണ്ടാ. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലമ്മേ, അച്ഛൻ നല്ല ഉറക്കത്തില്. അല്ലെങ്കിൽ ഫോൺ കൊടുക്കായിരുന്നു. എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു വിഷമം പോലെ. ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോ? ഏയ് വേണ്ടമ്മേ, അച്ഛനിവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുക. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ശരി മോനെ, അച്ഛനെ നന്നായി നോക്കിക്കോ. നീ അവിടെ ഉള്ളതൊരു ധൈര്യ. ശരിയമ്മേ, ഞാൻ നോക്കിക്കോളാം. അമ്മ ടെൻഷൻ അടിക്കാതെ ഉറങ്ങ. ആ. ബ്രോ, എന്താ? ബ്രോ, ഇതിന്റെ പിന്നിൽ മറ്റാരും ആയിരിക്കില്ല, പ്രിയങ്ക തന്നെയായിരിക്കും. അതെ ആനന്ദ്, അവള് തന്നെയാ. നമുക്കിത് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം. ഏയ് വേണ്ട, അമ്മ ഇതറിയാൻ പാടില്ല. പോലീസിൽ അറിയിച്ച അമ്മ അത് അറിയാതിരിക്കില്ല. ബ്രോ, അമ്മ അത് എപ്പോഴാണെങ്കിലും അറിയാത്ത നോക്കണ്ട. പോലീസിൽ അറിയിക്കുന്ന ബുദ്ധി ബ്രോ. ആന്റി രാവിലെ ഇങ്ങനെ എത്തും മുമ്പേ അങ്കിളിനെ കണ്ടെത്തണം. അച്ഛനെ അവള് ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും കണ്ടെത്തിയേ പറ്റൂ. ബ്രോ, അച്ഛൻ എവിടെ എത്തിയെന്നറിയ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വാച്ച് അച്ഛൻ കെട്ടിയിരിക്കുന്നത്. ആ വാച്ചിന് ട്രാക്കിംഗ് മോഡ് ഉള്ളതാ. അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്ക.